അങ്ങനെ രാജസ്ഥാനിലെ ഒരു മോർണിംഗ് ആണ്. ഞങ്ങൾ ഓട്ടോയിലാണ് യാത്ര ചെയ്യുന്നത്. ടൗണിലൂടെയാണ് പോകുന്നത്. പല ഓട്ടോയിലും കൈ കാണിച്ചെങ്കിലും ഫൈനലി ഇദ്ദേഹമാണ് ഓട്ടോ നിർത്തിയത്. അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. തലയും താടിയും എല്ലാം നരച്ചിട്ടുള്ള ഒരു അപ്പൂപ്പനായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ കൈൻഡ്ഫുള്ളായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഓട്ടോ നിർത്തി ഞങ്ങൾ അതിൽ കയറി. ഓട്ടോ ഭയങ്കരമായിട്ട് കുലുങ്ങിയിട്ടാണ് പോവുക. നമ്മളിവിടെ നാട്ടിൽ പോകുന്ന ഓട്ടോ പോലെയല്ല, കുലുങ്ങിയിട്ടാണ്. പിന്നെ ഇതെല്ലാം പാടങ്ങളാണ്. കഴിഞ്ഞ തവണ പോയപ്പോൾ പേൾ മില്ലറ്റായിരുന്നു. പക്ഷേ ഇത്തവണ ഇത് ഒഴുകി മറച്ചിട്ടിരിക്കുന്ന ഒരു നിലമാണ്. കുറേ സ്ഥലങ്ങളിൽ സവാള കൃഷി ചെയ്ത് വിളവെടുത്ത പാടങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പരുത്തി, അതിനിടയിലൂടെ പരുത്തി കൃഷി കുറച്ചൊക്കെ കാണാം. അങ്ങനെ ഇങ്ങനെ കൃഷിപ്പാടങ്ങളിലൂടെയുള്ള യാത്രയാണ്. അവിടെയുള്ള ആളുകളുടെ ജീവിതമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ചെന്ന ഒരു ആളെന്നുള്ള രീതിയിൽ അവിടെയുള്ള ആളുകൾ എങ്ങനെ ജീവിക്കും എന്നൊരു സംശയം നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്. ഇതൊക്കെ ചാണകം ഉണക്കി വെച്ചിരിക്കുകയാണ്. അവർ വീടിൻ്റെ റൂഫിലൊക്കെ ഈ ചാണകത്തിൻ്റെ ഇത് ഇടാറുണ്ട്. വാർക്ക വീടിൻ്റെ റൂഫിലല്ല, ചെറിയ ചെറിയ ഹട്ടുകളിലൊക്കെ അങ്ങനെ ചാണകത്തിൻ്റെ ഉണക്കിയ ഈ പ്ലേറ്റുകൾ വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഇങ്ങനെ കുറേ പാടങ്ങളാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കാണ് ആക്ച്വലി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അവിടെയും കുറേ ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ. ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട് പറയുണ്ടായി, ആദ്യം അവർ പോയ സമയത്ത് അവിടെയുള്ള നിയർ ബൈ ഹൗസിലൊക്കെ വിസിറ്റ് നടത്തിയിരുന്നു. അപ്പോൾ അവർ പറയുണ്ടായി, അവരുടെ ഒരു പെർ ഡേ അവർക്ക് കിട്ടുന്ന ഒരു വേതനം എന്നുള്ളത് 30 റുപ്പീസൊക്കെയാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അന്ന് അവർ താമസിച്ച ഹോസ്റ്റൽ, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് വന്ന ആൾ ക്ലീനിങ്ങിനായിട്ട് വാങ്ങിയത് 10 രൂപയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷനിൽ അത്രയും ഒരു എമൗണ്ടിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ വളരെ ചീപ്പ് റേറ്റിലാണെന്ന് തോന്നുന്നു. കേരളത്തിനേക്കാളും വെജിറ്റബിൾസിനൊക്കെ റേറ്റ് കുറവാണ്. എങ്കിലും കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെയും ഇന്ത്യയിൽ ആളുകൾ ജീവിക്കുന്നുണ്ടെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പല ആളുകളും പറഞ്ഞ്, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു എക്സ്പീരിയൻസ് അതൊന്ന് വേറെ തന്നെയാണ്. രാജസ്ഥാനിൽ എപ്പോഴും എക്സ്ട്രീം ക്ലൈമറ്റ്സാണ്. ഞാൻ മെയ് മന്തിൽ പോയ സമയത്ത് അവിടെ ഭയങ്കര ചൂടായിരുന്നു. 46, 42 അങ്ങനെയുള്ളൊരു ടെമ്പറേച്ചറായിരുന്നു. പിന്നീട് ഈ സമയം നവംബറിലൊക്കെ പോയപ്പം തണുപ്പ് തുടങ്ങുന്ന ഒരു സമയമാണ്. വെയിലുണ്ടെങ്കിലും നല്ലൊരു ക്ലൈമറ്റായിരുന്നു അവിടെ. ഇത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് വഴി എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ. പിന്നെ ഗൂഗിൾ മാപ്പ് അദ്ദേഹത്തിനില്ല, ഫോൺ യൂസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വഴി കണ്ട ഒരാളോട് അതിനെപ്പറ്റിയൊക്കെ തിരക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ പലതവണ പോയത് കാരണം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു ഷോർട്ട് കട്ട് വേയിലൂടെയാണ് പോയത്. ഇത് കുറച്ച് ടൗൺ ഏരിയ ആണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ഒരു ഏരിയയിൽ നിന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടേൺ വരുന്ന സമയത്ത് എടുത്താണ്. കുറച്ചൊരു ടൗൺ ഏരിയ ആണ്. അപ്പോൾ അവിടെ ഫ്ലാറ്റ്സ് ഉണ്ട്, ഹോട്ടൽസൊക്കെ ഉണ്ട്, തിരക്കുണ്ട്. നല്ല ഒരു ബിസി ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ക്ലിയർ അല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. സ്മോഗാണ്. ഡൽഹി ചെന്നപ്പോഴും അതായിരുന്നു, സ്മോഗാണ്, പൊല്യൂട്ടഡാണ്. ഡൽഹി പൊല്യൂട്ടഡാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ രാജസ്ഥാനും സെയിം തന്നെ പൊല്യൂഷനിലാണ്. ആ ഒരു മങ്ങി കാണുന്നതൊക്കെ സ്മോഗാണ്. പക്ഷെ അത് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല, അവരറിയുന്നില്ലെന്നുള്ളൂ. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇലകളൊക്കെ ഒരു ചെളി പിടിച്ച പോലെയാണ് ഇരിക്കുക, ഒരു പച്ച കളറൊന്നും അല്ല, ഫെയ്ഡായിട്ടാണ് ഇരിക്കുക. അപ്പോൾ പല ആളുകളും പറയുണ്ടായി, ദീപാവലി കഴിയുന്നൊരു സമയത്ത് എപ്പോഴും പടക്കം പൊട്ടിക്കലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ വരുമ്പം ഈ സ്മോഗ് വീണ്ടും കൂടുകയാണ്. ഇനി നല്ലൊരു മഴ പെയ്യുമ്പോഴാണ് ഈ സ്മോഗിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആ സ്മോഗ് പോവുക.